സദൃശ്യവാക്യങ്ങൾ അധ്യായം 29. ദൈവമേ, നിന്റെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുത കാര്യങ്ങളെ കാണുവാൻ എൻ്റെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ആമീൻ. ശാസനം അംഗീകരിക്കാതെയും കഠിനകണ്ഠനായും ഇരിക്കുന്നവൻ പെട്ടെന്ന് തകർന്നു പോകും. അവന് ചികിത്സയില്ല. നീതിമാന്മാരുടെ വർധനവ് മൂലം ജനത്തിന് അഭിവൃദ്ധിയുണ്ടാകും. അധർമ്മികളുടെ ആധിപത്യം മൂലം ജനം നെടുവീർപ്പിടും. ജ്ഞാനത്തെ സ്നേഹിക്കുന്നവൻ അവൻ്റെ പിതാവിനെ സന്തോഷിപ്പിക്കും. വ്യഭിചരിച്ച് നടക്കുന്നവൻ തൻ്റെ സമ്പത്തെല്ലാം നശിപ്പിക്കും. രാജാവ് നീതി മൂലം ദേശത്തെ ഉയർത്തി നിർത്തുന്നു. അനീതിപരൻ നാടിന് ദൗർഭിക്ഷ്യം വരുത്തുന്നു. തൻ്റെ കൂട്ടുകാരനെതിരായി തെറ്റിപ്പിരിയുന്നവൻ അവൻ്റെ കാലുകൾക്ക് വല പിടിക്കുന്നു. ദുഷ്ടൻ അവൻ്റെ അനീതിയാൽ തന്നെ പിടിക്കപ്പെടും. നീതിമാൻ മഹിമപ്പെട്ട് സന്തോഷിക്കും. നീതിമാന് പാവങ്ങൾക്കായുള്ള നീതിയെ അറിയാം. അനീതിപരനോ അറിവെന്ത് എന്ന് അറിയുന്നില്ല. പരിഹാസി കോട്ടകൾ ചുട്ടിരിക്കുന്നു. ബുദ്ധിമാന്മാർ കോപം നീക്കിക്കളയുന്നു. ബുദ്ധിമാൻ ഭോഷനുമായി വ്യവഹരിച്ചാൽ കോപിക്കും, ആക്ഷേപിക്കും. സമാധാനമുണ്ടാകയില്ല. രക്തം ചിന്തുന്നവൻ പുണ്യവാനെ വെറുക്കുന്നു. പുണ്യവാന്മാർ അവരെ സ്നേഹിക്കുന്നു. ഭോഷൻ അവൻ്റെ കോപം മുഴുവൻ പ്രകടിപ്പിക്കുന്നു. ബുദ്ധിമാനാകട്ടെ മനസ്സിൽ നന്നായി ആലോചിക്കുന്നു. അധികാരി വ്യാജ വാക്കിന് ചെവി കൊടുത്താൽ അവൻ്റെ സേവകരെല്ലാം ധർമ്മികളാകും. ദരിദ്രനും പീഡകനും പരസ്പരം കണ്ടുമുട്ടി ദൈവം അവരുടെ ഇരുവരുടെയും കണ്ണുകൾ തെളിയിക്കും. സത്യമായി ന്യായപാലനം ചെയ്യുന്ന രാജാവ് അവൻ്റെ സിംഹാസനം നീതിയിൽ ഉറപ്പിക്കും. വടിയും ശിക്ഷണവും ജ്ഞാനവും പ്രദാനം ചെയ്യും. സുശിക്ഷിതനല്ലാത്ത മകൻ അവൻ്റെ അമ്മയ്ക്ക് അവമാനമാണ്. അധർമ്മികളുടെ ആധിക്യം കൊണ്ട് അധർമ്മം വർദ്ധിക്കും. അവരുടെ പതനത്തിൽ നീതിപരന്മാർ സന്തോഷിക്കും. നിന്റെ മകന് ശിക്ഷണം നൽകുക, അവൻ നിനക്കാശ്വാസം നൽകും. അനീതിപരന്മാരുടെ ബാഹുല്യത്താൽ ജനം ഛിന്ന ഭിന്നമാകും. നിയമം പാലിക്കുന്നവന് ഭാഗ്യം. വാക്കുകൊണ്ട് ഭൃത്യൻ ശിക്ഷണം ഉള്ളവനാകുകയില്ല. മനസ്സിലാക്കിയാലും അനുസരിക്കയില്ല. നിർത്താതെ സംസാരിക്കുന്നവനെ നോക്കൂ. അവനേക്കാൾ മെച്ചം ഒരു ഭോഷനാണെന്നറിഞ്ഞുകൊള്ളുക. ചെറുപ്പം മുതൽ തന്നെ സുഖഭോഗിയായവൻ ദാസനായിത്തീരും. ഒടുവിൽ അവൻ നെടുവീർപ്പിടും. കോപശീലൻ ശിക്ഷാവിധിക്ക് പ്രേരിപ്പിക്കും. ക്രോധം നിറഞ്ഞവൻ അനീതി വർദ്ധിപ്പിക്കും. മനുഷ്യൻ്റെ നിഗളം അവനെ താഴ്ത്തുക തന്നെ ചെയ്യും. താഴ്മയോ ഒരുവന് ബഹുമാനം വർദ്ധിപ്പിക്കും. മോഷ്ടാവിനോട് ചേർന്ന് പങ്കുവയ്ക്കുന്നവൻ സ്വയം ദുഷിക്കുന്നു. ആണയിടുന്നു, ഏറ്റുപറയുന്നുമില്ല. ഒരുവന്റെ നീതി അവന് ഇടർച്ചയ്ക്ക് കാരണമാകുന്നു. ദൈവാശ്രയമുള്ളവൻ ബലവാനാകും. അനേകരോ അധികാരികളുടെ സന്മുഖം അന്വേഷിക്കുന്നു. ഒരുവന്റെ വിധിപ്പെടുന്നത് ദൈവസമക്ഷത്തു നിന്നാകുന്നു. അധർമ്മി നീതിമാൻ അശുദ്ധനാകുന്നു. ചൊവ്വായ വഴി അധർമ്മിക്കും വെറുപ്പാകുന്നു. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു.
ഭാർഗമോർ